കുറിച്ച് എന്റെ സരവിന്റെ കഥ തന്നി സൂര്യമാനം അവനീസുന്നു അവനേ ഓക്കെ 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 മതി മതി മതി. എവിടെ അവിടെ ഒരു കുഴപ്പമില്ല. എന്റെ നന്നായിട്ടാ. അയ്യോ ആ 2 വരി പോലും പഠിച്ചില്ല. അത് പഠിക്കണ്ട അച്ഛാ. അല്ല അത് പഠിച്ചിട്ട് ആദ്യം അത് മതി ഇത് മതി. അതെ വരി ശരിയായിട്ടില്ല. അതിൽ കാര്യമില്ല. ഇത് നമുക്ക് മാറ്റിയെടുക്കാം. ഇത് നല്ല രസമുണ്ട്. അത് മാറ്റില്ലേ? ഇതൊക്കെ മതി. പിന്നെ മാറ്റിയെടുക്കണം. വയറ കണ്ടത് അത് ആൾക്കാർ ആ വയറാണ് വൈറലാവാൻ പോണത് നാളെ. അച്ഛാ വൃത്തികേടുകളാണ് ആളുകൾ കാണുന്നത്. കണ്ടോട്ടെ. വൃത്തിയാടാന്നാ പറഞ്ഞേ. അത് ഇപ്പോഴും മനസ്സിലായില്ലേ? അച്ഛ ഇത് മതി. ഇതേ കൂടുതലൊന്നും വരി പഠിക്കാൻ അച്ഛന് പറ്റില്ല. നീണ്ടാണ്ട് കളിയാക്കണ്ട. അപ്പളല്ലേ ഇത് ലൈക്ക് വരുന്നേ. അത് ശരി. കമന്റ് ഒക്കെ വന്നോണ്ടിരിക്കും. ഇത് മതിയാ ഇത് മതിയാ ഇത് മതി. ഇത് ഓക്കെ അല്ലേ? അപ്പൊ അമ്മക്ക് ഇത് ഓക്കെ. ഇത് മതി. അത് അവള് നന്നായി പാടിയിട്ടുണ്ട്. അതുകൊണ്ട് അവള് ഓക്കെ. പിന്നെ അവളുടെ ചാനലില് അച്ഛനെ കാണാൻ വേണ്ടി പണം വെക്കണേ. ആൾക്കാർ അത് മതി അച്ഛാ. വയറാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇതാവുക. അത് കള്ളുമ്പോഴും പോലെ അത് മാറ്റിയെടുക്കാറുണ്ട്. എല്ലാ വീഡിയോയിലും അച്ഛന്റെ വയറ് വേണമെന്ന്. പിന്നെ ഫാൻ ബേസ് തന്നെ ഉണ്ടാവും. അപ്പൂപ്പന്റെ വയറ്. എല്ലാവരും ഇങ്ങനെ ചിരിയുടെ ഇങ്ങനെ മോജി ഇങ്ങനെ ചിരിയുടെ ഇട്ടിട്ട് ഇങ്ങനെ പറയാം അപ്പൂപ്പന്റെ വയറ് അപ്പൂപ്പന്റെ വയറ്. 100,000 ഇപ്പൊ തന്നെ ഇടാ. ഇപ്പൊ തന്നെ ഇടാൻ പറ്റില്ല അച്ഛാ. കളർ ചെയ്യണം എഡിറ്റ് ചെയ്യണം എന്തൊക്കെ പണിയാന്ന്. പണി കുറണ്ട് ഞാന്. ചെയ്തോ വേഗം ഇടാൻ നമുക്ക്. ശരിയായിക്കോട്ടാ. അതെ മാമന്റെ കട്ട് ചെയ്ത് കളയരുതട്ടോ. അച്ഛന്റെ വയറിന് കളർ. അതെ ആ കുമാരല്ലേ അവനെ വിളിക്കുക. എന്നിട്ട് ഒരു അരട്ടിന്റെ മറ്റേ പെയിന്റ് ഇല്ല അതും ഒരു ബ്രഷും കൊണ്ട് വരാൻ പറയാ. എന്നിട്ട് അതൊക്കെ കളർ ചെയ്തിട്ട് വേണം വിടാൻ. ഈ ഒരു തേങ്ങ അറിയില്ല. പിന്നെന്താ ചെയ്യാ? അച്ഛാ ക്ഷീണുണ്ടോ? ലേശ സംഭാരം എടുക്കട്ടെ. സംഭാരം കൊടുക്കുക അല്ലെങ്കിൽ സഞ്ചാരം എടുക്കും. ക്ലോസ് എടുക്കാന്ന് പറഞ്ഞ എന്റെ വയറ്റിന്ന ക്ലോസ് എടുത്ത്. എന്താ ഇതിന് കുഴപ്പം? വെറുതെ ഉണ്ടായതല്ല ആൾക്കാർ കണ്ടോട്ടേന്ന്. എടാ കള്ളും പാനി എന്ന് പറഞ്ഞ് കളിയൊക്കെ ആൾക്കാര്. അച്ഛ അതൊക്കെ രസാണ്. അതൊക്കെയാണ് ആൾക്കാർക്ക് ഇഷ്ടേ. 5 ലക്ഷം 10 ലക്ഷം ഉറുപ്പിയൊക്കെയാണ് അച്ഛ ഓരോരുത്തരും മേടിക്കണത്. നല്ല വരുമാനം. അപ്പൊ വയറ് കണ്ട കുഴപ്പമില്ല. എന്ത് കുഴപ്പം? ഇനിയിപ്പോ ആ വയറിന് എനിക്ക് തോന്നുന്നത് ചുരുങ്ങിയത് ഒരു 50,000 വെച്ച് മാസം കിട്ടും. കളിയാക്കിയതാ അല്ലേ? അങ്ങനെയാണേ. അതാണിപ്പോ. ആ വയറിന് മാത്രല്ല അങ്ങനെ പലതിനും കാശ് കിട്ടുന്നുണ്ടല്ലോ. അതേമാതിരി വയറിനും കിട്ടും. കുഴപ്പമില്ല. അന്നൊരു നാളിൽ മിന്നണരാവിൽ കന്നാലിക്കൂട്ടിലൊരുണ്ണി പിറന്നേ. മഞ്ഞണി പൂക്കൾ പുഞ്ചിരിക്കുമ്പോൾ മണ്ണിന്റെ നായകനുണ്ണി പിറന്നേ. വിണ്ണിലോ താരകം മണ്ണിലോ ആരവം നെഞ്ചിലോ ബാൻഡടിയോ പാരാകെ ഊരാകെ ഉള്ളാകെ രവാനെ നേരാനെ പട്ട പമ്പം തങ്കീത്താട്ടെ. ഇല്ലെങ്കി ഞങ്ങള് പോട്ടെ വട്ട പമ്പം തങ്കീത്താട്ടെ. ഇല്ലെങ്കി ഞങ്ങള് പോട്ടെ. നീ അത് എഡിറ്റ് ചെയ്ത് ശരിയായിട്ടില്ലാന്ന് ഞാൻ നീ എന്ത് എഡിറ്റിംഗാ നടത്തിയ നീ? അത് കളറൊന്നും ശരിയായില്ല. ഒരു മഞ്ഞ നിറം
എൻ്റെ ആ സ്ലോ മോഷനിലെ നീ എന്ത് മഹാ ബോറാണ്. ഞാൻ എത്ര നന്നായി ചെയ്തിരുന്നല്ലോ. പ്രായത്തിൽ രജനീകാന്ത് അഭിനയിക്കുന്നുണ്ട്. അപ്പൊ അത്ര വയസ്സ് എനിക്കുമായിരിക്കും. അതിനകത്തില്ലേ അയാളിപ്പോ സ്ലോ മോഷൻ ഡാൻസൊന്നും ചെയ്യുന്നില്ലേ? പ്രായ നീ ചെയ്യട്ടെ. നീ എത്ര പൈസയാന്ന് എനിക്ക് തരുന്നത്? ഇത് ജനങ്ങൾ അതുകൊണ്ടല്ലേ എൻ്റെ ഇത് റീച്ച് ആവാത്തത്. നിന്നെ വേണ്ട നീ ക്യാമറ, നീ എഡിറ്റിങ് ചെയ്യട്ടെ. പോയ എന്തിനാ നീ നീ പറ്റേക്ക ഓഫീസായിട്ട്. ആര് രാഘവേട്ട വഴക്ക് പറയണത്? അത് എഡിറ്റർ, എൻ്റെ ചാനലുണ്ടല്ലോ, ആ ചാനലിലെ എഡിറ്റർ. ഏത് മറ്റേ റീൽസിന്റെ? അത് അവനെ വഴക്ക് പറഞ്ഞിട്ട് എന്താ കാര്യം? നിങ്ങൾ വല്ലതും ചെയ്യണ്ടേ? അല്ല, ഓൻ എഡിറ്റ് ചെയ്തിട്ട് കളറിലും മോശം അത് കളറിന്റെ കുഴപ്പമല്ല, അത് കളിച്ച നിങ്ങളുടെ പ്രശ്നമാണ്. അത് നിങ്ങൾ നന്നായിട്ട് ചെയ്യേണ്ടത്. ഞാൻ നന്നായിട്ട് ചെയ്യുന്നുണ്ടല്ലോ. കൊള്ളൂല, അത് ബോറാണ്. പൊന്നാര് രാഘവേട്ട പെറ്റ സത്യസാറിന്റെ മോള് ചെയ്യുന്നതിനെക്കാളും നല്ല കണ്ടന്റ് ഞാൻ ചെയ്തു. സത്യസാറിന്റെ മോളുടെ ബില്യൺ വ്യൂവേഴ്സ് ആണ്. അവള് നല്ല അസലായിട്ട് പാട്ട് പാടും, ഡാൻസ് കളിക്കും. ഭാഗ്യം. അല്ലാണ്ട് മറ്റൊന്നും. രാവിലെ എന്തെന്നാ ചെയ്യണ? വെറുതെ റോട്ടിൽ കൂടി ഓടണത് ആളുകൾ കാണുമോ? ഞാൻ റോട്ടിലേക്ക് ഓടിയായിരുന്നു. ഞാൻ സ്ലോ മോഷനിൽ വയറെല്ലാം കാണിച്ചിട്ടുള്ള സാധനം ഭയങ്കര ബോറല്ലേ? ഇങ്ങനെ ആൾക്കാർ കാണുക. അതിനെത്ര 100 ആളത്തെ കണ്ടുള്ളൂ. എന്തിനാണ് രാഘവേട്ട ചാകാൻ നിൽക്കുന്ന ആള് വീഴാൻ പോണ തെങ്ങുമ്പൊക്കെയായിരുന്നു? അവന് പറ്റുന്ന പണി ചെയ്താ പോലെ. അത് ശരി. അവർക്കൊന്നും ചെയ്തൂടെ? അല്ല, നിങ്ങൾക്ക് സത്യം പറഞ്ഞ അത് ശരിയാവില്ല. റീൽസ് ഒക്കെ ഈ പിള്ളേർ ചെയ്യുമ്പോഴേ നന്നാവുള്ളൂ. നിങ്ങൾ ചെയ്ത കൊള്ളൂല. എന്തുണ്ട് മെമ്പറേ? ഞാനേ ഒന്ന് ഇവിടം വരെ വന്നപ്പോ ഒന്ന് കാണാന്ന് വിചാരിച്ചു വന്നേ. വെറുതെ വരില്ലല്ലോ. അത് സാറേ, അത് ഈ DTP കൊട്ടേഷന്റെ ടെൻഡർ വിളിച്ചില്ലായിരുന്നോ? വിളിച്ചിരുന്നല്ലോ. അത് കുറെ വന്നായിരുന്നോ? കൊറേ ഇല്ല, ഒരു 5-6 വന്നു. ആണോ സാർ? അതെ, ഈ എമൗണ്ട് എത്രയാണെന്ന് എന്റെ പൊന്നു മെമ്പറെ, ഉള്ള പണിയെടുത്താ പോരെ. വെറുതെ ബിനാമി പേരില് കൊട്ടേഷനൊക്കെ വെച്ചിട്ട് അയോഗ്യത വരും. അടുത്ത പോലെ മത്സരിക്കാൻ പറ്റില്ല. ഞാനിപ്പോ ആ കവറ് പൊട്ടിച്ചു നോക്കിയിട്ട് അതിലെ എമൗണ്ട് എത്രയാന്നുള്ളത് മെമ്പർക്ക് പറഞ്ഞു തരണം അല്ലേ? എന്തിനാ ഈ പരിപാടികൾക്ക് നിൽക്കാൻ? നടക്കണ പണിയല്ല. അല്ല സാറേ, സാറിനേക്കാളും മുമ്പത്തെ സാറായിരുന്നപ്പോ അത് പറഞ്ഞിട്ട് തരും. ആ സാറ് വെറുതെ ഉള്ള പെൻഷൻ മേടിക്കാതിരിക്കാനുള്ള പണി ചെയ്യല്ലേട്ടെ സാർ. മെമ്പർമാരതും പറഞ്ഞു, അതിന്റെ അപ്പുറം പറഞ്ഞിട്ട് പോകും. സാറേ, ഞാനാണെങ്കിലേ സാറിനെ കാണുമ്പോ ഒരു കാര്യം പറയണമെന്ന് വെച്ചിരിക്കണായിരുന്നു. എന്താണാവോ? സാറേ, ഞാൻ എപ്പോ ഫോൺ തുറന്നാലും സാറിന്റെ കൊച്ചിന്റെ വീഡിയോ മാത്രം. സാറേ, ഞാനാണെങ്കിൽ ലൈക്ക് ചെയ്ത് മടുത്ത്. അവളിപ്പോ ഒരുപാട് വീഡിയോസ് ഇടുന്നുണ്ട്. അതല്ലേ, എന്ത് രസോ കാണാൻ അഭിനയിക്കുന്നത്. സിനിമാക്കാരൊക്കെ വിളിച്ചായിരുന്നോ? സിനിമാക്കാരങ്ങനെ ആരും വിളിക്കും. പിന്നെ രസമുള്ളത് അഭിനയിക്കുന്നത്. പാട്ടൊക്കെ പാടുമല്ലേ? പാട്ടൊക്കെ പാടും. അടിപൊളിയല്ലേ അവള്? ഒന്ന് പറഞ്ഞു കൊടുത്തരും സാറ്. ടെൻഡറിന്റെ ഒന്ന് പറഞ്ഞു കൊടുത്തരും. അതിനാണ്. ഇല്ല, നമുക്കില്ലല്ലോ. അപ്പൊ ശരി അപ്പൊ കേട്ടാ സാറ്. ഒന്നും കൂടി ഒന്ന് ആലോചിച്ചു. ഇനി ആലോചിക്കാനൊന്നുമില്ല, പറ്റില്ല. കോട്ടെന്നാ. ശരി. ആയിക്കോട്ടെ. ഇത്തവണ നടക്കൂല. ചെല്ലാം. രാവിലെ ഇറങ്ങിക്കോളേ. കാപ്പണം കിട്ടിയാ കമന്ന് വീഴും മെമ്പർ. മെമ്പറെ, മെമ്പർ ടെൻഡറിലെ തുക അറിയാനല്ലോ ഒന്നിന്. അതെ, അത് ഞാൻ പറഞ്ഞുതരാം. ശരിക്കും ഞാൻ പറഞ്ഞെന്നാ എനക്കൊന്ന് തരല്. കമ്മീഷനൊക്കെ ഞാൻ തരാം. പൈസ ഒന്നും നിനക്ക് വേണ്ട, കാശാർക്ക് വേണ്ട. പിന്നെ ഞാനൊരു കാര്യം ചോദിച്ചാൽ തരുമോ? എന്ത്? എനിക്ക് കുറച്ച് ലൈക്ക് വേണം. ലൈക്കാ? ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. രാഘവ്. ലക്ഷ്മി കണ്ടിട്ടുണ്ടാ? ഇല്ല. അതതിൻ്റെ കുഴപ്പം. ആരും കാണൂല, ലൈക്കും ചെയ്യില്ല, ഷെയറും ഇല്ല, സബ്സ്ക്രൈബറും ഇല്ല. അപ്പോൾ ലക്ഷ്മി മെമ്പറല്ലേ, പഞ്ചായത്ത് മെമ്പറല്ലേ. അപ്പോൾ ലക്ഷ്മി വിചാരിച്ച ഞാൻ അല്ല, ഞാൻ പറയുന്നൊക്കെ
പഞ്ചായത്തിലല്ലേ അവിടെ തൊഴിലുറപ്പ് തൊഴിലാളികളുണ്ട്, ഹരിതകർമ്മസേനയിൽ ആളുണ്ട്, തോപ്പ് തൊഴിലാളികളുണ്ട്, ആശാ വർക്കർമാരുണ്ട്. അവരെല്ലാം എൻ്റെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്താണ്ടല്ല എൻ്റെ ചാനൽ റീച്ചാവും. അപ്പൊ ഞാൻ ഇവരോടൊക്കെ പറയണം? അവരോട് പറഞ്ഞിട്ടൊന്നും ലൈക്ക് അടിക്കും വേണം, പിന്നെ സബ്സ്ക്രൈബും ചെയ്യണം. അത് ഞാൻ ഏറ്റു. എന്നാ മറ്റേ കാര്യം ഞാൻ ഏറ്റു, ടെൻഡറിന്റെ കാര്യം. ഹലോ, ആ ജാഫറല്ലേ? മോദിക്കാണ്. എടാ സാധനത്തില്ലല്ലോ ഇതുവരെ, വീഡിയോ തുറന്നില്ലേ? അനക്ക് എപ്പോ പറഞ്ഞാലും അനക്ക് ബ്ലോക്കാണ്. ഒരിത്തിരി സാധനം മാർക്കറ്റിൽ നിന്ന് കൊണ്ട് എത്തിക്കും. ഇവിടെ ഒരു സാധനം ഇല്ല, ഒറ്റ പയക്കോലല്ലേ ഇവിടെ. എന്തെല്ലാം സാധനങ്ങൾ ഇന്നലെ എന്നെ പറഞ്ഞ് ഏൽപ്പിച്ചാണ്. ആ വേഗം കൊണ്ടുവരാൻ നോക്ക് കേട്ടോ. ആ ശരി ശരി. ഉണ്ണിയെ, ഈ പീഡിയ നല്ലപോലെ നടന്നു പോകാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വിളക്ക് എത്തിച്ചോളാന്നൊക്കെ ഞാൻ എന്നോട് പറഞ്ഞു. അല്ലാണ്ട് എന്റെ മൊബൈൽ വെച്ചിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കാനല്ല. മൊബൈലല്ല നന്നാവുണ്ട്, പീഡിയാണ്. ഇവിടെ ഒറ്റ സാധനമില്ല, കച്ചവടം നടക്കണം, അനക്ക് ശമ്പളം തരണം. എന്റെ ലൈഫ് ഇനി മുതൽ ഇതാണ്. രക്ഷപ്പെടണ്ടേ? ഈ കാരാഗ്രഹത്തിൽ എന്ത് നിന്നോട്ട് കാര്യം കിട്ടോ? എനിക്ക് രക്ഷപ്പെടണം, ഫേമസ് ആവണം. ഓ, അനക്കിപ്പോ ഇത് കാരാഗ്രഹം എന്നാ വേറെ പണി നോക്കി പോയിക്കോ. വേറെ ശമ്പളം അങ്ങോട്ടും ഇങ്ങോട്ടും തേരാ പാര നടക്കുമ്പോ എന്നെ പിടിച്ചോടെ നിർത്തിയതാ കുട്ടിയായതിപ്പോ. വേറെ വീടിപ്പോ ഒരുപാട് പണിയുണ്ടാവും, അവിടെ തിരക്കുണ്ടാവും. ഇവിടെ ഈച്ചനെ പായിക്കുമ്പോ എന്തെങ്കിലും എടുത്തിട്ട് ചെറിയ ശമ്പളം കിട്ടുന്നുണ്ടല്ലോ കൃത്യമായിട്ട്. ശമ്പളം കിട്ടുന്നുണ്ട് കൃത്യമായിട്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ തരുന്നുണ്ടല്ലോ. ഇപ്പൊ ജാഫർ ഇപ്പൊ സാധനം കൊണ്ടതൊക്കെ ഇവിടുത്തെ നിർത്തിക്കോളണം കേട്ടോ. 1947 സ്വാതന്ത്ര്യം കിട്ടി, അടിമകളിപ്പോ ഇല്ല. വർത്താനൊക്കെ വലിയ വർത്താനാണ്. അത് ഉസാറായിക്കണ്, ഉസാറായിക്കണ് മോളെ. ഇനിയും ഇങ്ങനത്തെ വീഡിയോ ചെയ്യണം. എടുക്കട്ടെ, കുട്ടിയൊക്കെയാണ് നമ്മൾ പ്രോത്സാഹനം കൊടുക്കേണ്ടത്. ഓ, പണിയെടുക്കാനും വിടൂല. വിടുവാ. എന്തേ? എടാ, സത്യേട്ടന്റെ മോള് ചിഞ്ചു കാണിച്ച ഈ വീഡിയോ കണ്ടില്ലേ? എന്താ ചിരിക്കണ? ഈ കളിക്കുന്നുണ്ട്, നല്ലതാ. എടാ, അതിന്റെ അകത്തിട്ട കമന്റ് നോക്കാൻ ഇത്രയും പോസിറ്റീവ് കമന്റ് വന്ന് ഇട്ട കമന്റ് നോക്ക്. എന്താണത് ഇങ്ങനെ കമന്റ് ഇടല്? എന്താ മോശം? എന്താ മോൾ നെഗറ്റീവ്? കോമാളി കളിക്കല്ലേ മോളെ, വീട്ടിൽ ചോദിക്കാനും പറയാൻ ആരുമില്ലേ? അതെ. എടാ, കുട്ടി എന്ത് രസമായിട്ടാണ് ആ വീഡിയോ ചെയ്തത്, അതിനെങ്ങനെയാ കമന്റ് ചെയ്യല്? ഈ മോശം കമന്റ് ഉണ്ടായോണ്ടല്ലോ നിങ്ങൾ എന്നെ ഇങ്ങോട്ട് വിളിച്ചത് അല്ലേ? ആ കമന്റ് നോക്കിയ മൊത്തം നോക്കിയ വാവ് സൂപ്പർ, മറ്റേത് മറിച്ച് എല്ലാം നല്ലത്, ഈ ഒറ്റ ഒന്ന് മാത്രം മോശം അല്ലേ? ഞാനിട്ട് ഈ കമന്റ് ഇട്ടതിനങ്ങോട്ട് എന്റെ അടിയിൽ നോക്കിയാൻ, എന്റെ അടിയിൽ നോക്ക്, മൊത്തം എന്നെ ചീത്ത വിളിക്കുന്ന നോക്ക്. അതാ അച്ഛനാ അമ്മേനാ സഹോദരനാ, ഇനി ആരും ബാക്കിയില്ല. ഞാൻ ഫേമസ് ആയില്ലേ, ബൈക്കയില് നടക്കുമ്പം ആ പോയോനാ മോശം കമന്റ് ഇട്ട് നെഗറ്റീവ് ഉണ്ണി ഫേമസ് ആവും. രണ്ടും ഉദ്ഘാടനം ചെയ്യണം ഇതെല്ലാം കഴിച്ച് ഫേമസ് ആയിട്ട്. എന്തിനാ ഇങ്ങനെ ഈ അളിഞ്ഞ രീതിയിൽ ഫേമസ് ആവാൻ നിക്കണേ? എനിക്ക് ആ കുട്ടീനോട് നല്ല രണ്ട് വാക്ക് പറഞ്ഞോട് എന്ത് സന്തോഷം ഉണ്ടാവും ആ കുട്ടിക്ക്. സൂപ്പർ, അടിപൊളി കുട്ടി, സൂപ്പർ. പിന്നെ എന്തിനാ ഇങ്ങനെ ഇടുന്നതെന്ന്? അല്ല, അത് പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് എന്തെങ്കിലും ഫേമസ് ആവണ്ടേ? ഈ പീടിയിൽ ഇങ്ങനെ പുണ്ണാക്കും ചപ്പും അരിയെല്ലാം തൂക്കി കൊടുത്ത് ജീവിതം കളയാനുള്ളതാണോ? ആണോ? നാട്ടുകാർ കൈ വെക്കുമ്പോ അറിയാം കേട്ടോ, അങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ട്. അവിടെ പ്രാർത്ഥിക്കുന്നുണ്ടില്ല. ഓ, അതിനാണ് ഈ പ്രാർത്ഥിച്ചത്? ഇന്നുവരെ കൈ വെച്ചിട്ടാരും. അതുകൊണ്ട് തന്നെ വെറുതെ അല്ല എല്ലാവരും നാട്ടുകാർ മുഴുവൻ നെഗറ്റീവ് ഉണ്ണി എന്ന് വിളിക്കുന്നത്. നിങ്ങളൊരു കമന്റ് ഇട്ടോ? ഞാനിട്ട കമന്റ് ഇതാ കണ്ടോ? ഉസാറായിക്കുന്ന മോളെ, ഇനിയും നല്ല വീഡിയോ ചെയ്യണം. ഇങ്ങനെയാണ് നല്ല മനുഷ്യന്മാർ ചെയ്യുക. ആ ചെല്ല് അന്റെ പണിയെടുക്ക് പോയിട്ട് ആ റാക്ക് മൊത്തം ക്ലീൻ ആക്കണം. സാധനം വരുമ്പോ റീലെടുത്തിട്ടാലേ ഈ പീടിയ കത്തിക്കുന്നത്. ഈ ചെല്ല് പണി നോക്ക്.
മണ്ടുവിന്റെ മോളെ വീഡിയോ പാട്ട് കണ്ടോളൂ ചിഞ്ചുവിന്റെ ആ ചോർക്കുള്ള മോളാട്ടോള് എന്ത് രസമായിട്ട് അവള് ചെയ്യണേ ഭയങ്കരമായിട്ട് ചെയ്യണ്ടേ പക്ഷേ ഇത് വച്ചേ എന്താ ചെയ്യ ചില കുരുട്ട് സാധനങ്ങളുണ്ടല്ലോ ഒതുക്ക മനസ്സ് നന്നല്ല അവറ്റടെ കമന്റ് ഇടുമ്പോ ഒരു ഇത്തിരിയെങ്കിലും ഒരു മാന്യത ഉപയോഗിക്കണ്ടേ ഇപ്പൊ പറഞ്ഞിട്ടുള്ളൂ ചില നാറികള് അവരെന്തെന്ന കുട്ടിയോടാണ് നമ്മുടെ നാട്ടുകാരാണ് എന്നാ അവര് ചെയ്യുമ്പോ അങ്ങനെ ഉണ്ടല്ലോ അതിനൊന്ന് സപ്പോർട്ട് ചെയ്തിട്ട് യാരാവിന്റെ കണ്ട് പറയണ്ട ഇവിടെ വാ ഇങ്ങോട്ട് വാ നീ മറയൊന്നും പിടിക്കണ്ട കേട്ടില്ലേ ആ കുട്ടീന്റെ അമ്മാവനാത് മൂപ്പര ദണ്ണം മനസ്സിലായോ ഇപ്പൊ എനിക്ക് അവനൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ നോക്കിയപ്പോ ഇതൊക്കെ അവനൊന്നും അറിഞ്ഞിട്ടില്ല എന്നൊക്കെ കാണിക്കുക ഒരു ഫേമസ് ആവണം പോലെ നെഗറ്റീവ് ഇട്ടിട്ട് എടാ സ്വന്തം കഴിവുകൾ എന്തെങ്കിലും കാണിച്ചിട്ട് അങ്ങനെ ആളാവാൻ നോക്കുക അല്ലാണ്ട് വല്ലവരും എന്തെങ്കിലും നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ചെന്നിട്ട് ഇത് നന്നായിട്ടില്ല ഇത് കൊള്ളില്ല രക്ഷപ്പെടേണ്ട എനക്കും മറ്റുള്ളവർ വീടിന്ന് ഒരിക്കലും രക്ഷപ്പെടൂല. നീ അല്ലെങ്കിലും രക്ഷപ്പെടില്ല ഇവിടെ നിന്നല്ല എവിടെ പോയാലും രക്ഷപ്പെടില്ല. കുട്ടി നല്ലതാ, അടിപൊളിയാ, സൂപ്പറാ. ഒന്നായിട്ട് തരുന്നു. നീ ഇത് നിനക്ക് അതിലെഴുതാറുന്നില്ലടാ, അതിലെഴുതാറുന്നില്ലേ? നീ ഇപ്പൊ ആൾക്കാർ ചോദിക്കാൻ വരുമ്പോ മാത്രം കുട്ടി നല്ലതാ, അത് നന്നായിട്ട് ഇവൻ ഫേമസ് ആവാൻ വേണ്ടിട്ടുള്ള അവന്റെ മനസ്സ് തന്നല്ല. പുറത്ത് ആര് ചോദിച്ചാലും കുട്ടി നല്ലതെന്നേ പറഞ്ഞു. ആ നല്ല നീ നിന്നെയൊക്കെ നീ ഇഞ്ഞിടും നീ ആരാന്നൊക്കെ എനിക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷെ നീ ഒരു കാര്യം മനസ്സിലാക്കിയോ, എന്റെ പെങ്ങളുടെ കുട്ടി എന്തെങ്കിലും ഒരു സംഭവം ഇട്ടാ അതിന്റെ പുറകിൽ വന്ന് നീ നെഗറ്റീവ് കമന്റ് ഇട്ട ഉണ്ണിയെ നിന്നെ കൊല്ലും ഞാൻ. അത് നീ മനസ്സിലാക്കിയോ? ഇതെല്ലാം പറഞ്ഞ പോലെ ചെയ്യണല്ലോ കേട്ടോ. ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. എല്ലാറ്റിലും വാവുന്ന് നീ ഇട്ടില്ലെച്ചെങ്കിൽ ആവൂന്ന് പറഞ്ഞു നടക്കണ്ട വരും. നീ ഇവിടെ കാലം ഞാൻ തല്ലിമുറിക്കുക, അത് നീ മനസ്സിലാക്കിയോ? അല്ല ഒന്ന് ആലോചിച്ചോക്കെ അയൽവകത്തെ കുട്ടികൾ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യുമ്പോ അതിന്റെ പുറകില് വന്നിട്ട് അവൻ കണ്ണി കണ്ട കമന്റ് നിന്റെ മോന്ത കാണുമ്പോ ഒരു കുത്തൂത്താനം ഉണ്ട് എനിക്ക്. എന്തിനാണ്ട ഇങ്ങനെ ആൾക്കാരുടെ അടുത്ത് ചീത്തയാക്കാൻ വേണ്ടി ജീവിക്കണത്? ഇന്നെന്തെങ്കിലും പറഞ്ഞോ? ഞാൻ ഒറ്റ പോസിറ്റീവ് കമന്റ് ഇട്ടുള്ളൂ. ഇന്നെന്തെങ്കിലും പറഞ്ഞോ? അപ്പൊ കേട്ട മുഴുവൻ എനിക്കല്ലേ. ഇന്നെങ്കിലും നന്നാവാൻ ശ്രമിക്കൂണ്ടേ? എല്ലാം നല്ലത്. തിരക്ക് ഫേമസ് ആവണ്ട, നാട്ടുകാർ മൊത്തം ഫേമസ് ആവട്ടെ. ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം, ഇവിടുന്ന് ഞാൻ പറഞ്ഞു വിടും. ഇവിടെ വന്നിട്ട് അന്നങ്ങനെ എന്റെ പീഡിയയിൽ വന്നിട്ട് ഇപ്പൊ മൂപ്പര് പറഞ്ഞിട്ടില്ലേ, ഈ നാട്ടുകാർ മുഴുവൻ മൂപ്പര് വീട്ടുകാർ വരെ ഇവിടെ വന്നിട്ട് സാധനം മേടിക്കണേ. എന്റെ ഇവിടുത്തെ ഒരാൾ ആ കുടുംബത്തിന് ചീത്ത അറിയാന്ന് പറഞ്ഞാല് ഇല്ല, ഇനി ഇടൂല. ആ ഒരു ഫേമസ് ആവാൻ ആരും വിടൂല. സത്യേട്ടാ എന്താണ്? അല്ല, എന്താ പ്രശ്നം? എന്താണ് എന്താ കാര്യം എന്ന് പറയാൻ എനിക്ക് മനസ്സിലായില്ല. നിങ്ങളിപ്പോ എവിടുന്ന് വരുന്നേ? ഞാൻ ഓഫീസിൽ നിന്ന്. വീട്ടിലെന്തോ കാര്യമായിട്ട് വിഷയം ഉണ്ട് തോന്നുന്നു. എന്ത് വിഷയം? ഇപ്പൊ ഞാൻ ശീതലിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്താന്ന് വെച്ചാൽ പുള്ളി സാധനം വാങ്ങിച്ചു കൊടുക്കുമ്പോൾ പെട്ടെന്നൊരു കോള് വന്നു. പെട്ടെന്ന് അപ്പൊ തന്നെ ഓടിപ്പോയി. സാധനം വരെ എടുത്തില്ല, ഇതിവിടെ വെച്ചിട്ടാ പോയത്. ഇല്ല, വിഷയമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ എന്നെ വിളിക്കണ്ടല്ലേ? എന്തോ കാര്യമായിട്ടുണ്ട് സത്യേട്ടാ, അല്ല ഇങ്ങനെ ഓടിപ്പോവോ? ഇത് സാധനം ഇത് പുള്ളി വാങ്ങിച്ചു വെച്ചതാ, പോണോന്ന് അപ്പൊ തന്നെ ഓടി. ഇത് എത്രയത്? ഇത് 210.